നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയിലും ശബരിമലയിലെ വിവാദത്തിൽ വിശദീകരണമില്ല. അന്വേഷണത്തെക്കുറിച്ചും പ്രതിപക്ഷ പ്രതിഷേധത്തെക്കുറിച്ചുമാണ് മുഖ്യമന്ത്രി നിലപാട് പറയുന്നത്. നിയമസഭയുടെ പ്രിവിലേജ് ഉപയോഗിച്ച് പ്രതിപക്ഷം അതിക്രമത്തിന് ശ്രമിക്കുകയാണെന്ന് പറയുന്നു പിണറായി വിജയൻ. സർക്കാർ ഒന്നിനെയും ഭയപ്പെടുന്നില്ല എന്ന്. ഹൈക്കോടതി പരിശോധന നടക്കുന്നുണ്ട്. തെറ്റു ചെയ്തവർക്കെതിരെ മുഖം നോക്കാത്ത നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷം ഇന്ന് കുട്ടികളുടെ മുമ്പിലാണ് റീസർവേ 1/1 നിലമ്പൂർ കാട് എന്ന പ്രദേശത്തെ 82 കൈവശക്കാർക്ക് കുടിയായ്മ ഉറപ്പുവരുത്തി പട്ടയം സ്വീകരിക്കാവുന്നതാണെന്ന സ്പഷ്ടീകരണം ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ നിന്ന് നടപടികൾ ആരംഭിക്കുകയും 48 പട്ടയങ്ങൾ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. താമരശ്ശേരി താലൂക്കിൽ ഈങ്ങാപ്പുഴ വില്ലേജിൽ ചെറുപ്ലാട് നിവാസികൾ കൈവശം വെച്ചിരിക്കുന്ന സാജു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സാജു, ഇന്നിപ്പോ മറുപടി പറയുമ്പോൾ ശബരിമലയിൽ സംഭവിച്ചത് എന്താണ് എന്ന് വിശദീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവാത്തത് എന്തുകൊണ്ടായിരിക്കും? മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധത്തെക്കുറിച്ചും അതുപോലെ തന്നെ ശബരിമല വിഷയത്തിലെ സ്വർണ്ണപ്പാളി കൊള്ളയിലെ അന്വേഷണത്തെക്കുറിച്ചും മാത്രം പറഞ്ഞു പോവുകയാണ് ചെയ്തത്. ആ അന്വേഷണം നടക്കുന്നു, ഒരാളെയും രക്ഷിക്കില്ല എന്ന സമീപനം മുഖ്യമന്ത്രി സ്വീകരിക്കുന്നു. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം അവിടെ കൊള്ള നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നതിലെ സർക്കാരിന്റെ സമീപനം എന്താണ് എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിനുള്ള മൗനം മുഖ്യമന്ത്രി ഇന്നും തുടർന്നിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. സർക്കാരിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും വിശദീകരണം നൽകാനുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ നടത്തേണ്ടതായിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല. പകരം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം SITയുടെ അന്വേഷണം നടക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരായ ഒരാളെയും സംരക്ഷിച്ച നടപടി സംസ്ഥാന സർക്കാരിന് ഇതുവരെയില്ല, ഇനിയും സംരക്ഷിക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുക മാത്രമാണ് മുഖ്യമന്ത്രി ചെയ്തത്. ഏതെങ്കിലും ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകാൻ വേണ്ടി അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തുടർന്ന് എന്തിനും മറുപടി പറയാൻ സർക്കാർ തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. പ്രതിപക്ഷം വസ്തുതകളെ ഭയപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമമെന്നും സർക്കാർ ഒന്നിനെയും ഭയക്കുന്നില്ല. ഹൈക്കോടതി പരിശോധന നടത്തുന്നുണ്ട്. എല്ലാ കാലത്തും ഒരു കുറ്റവാളിയെയും സംരക്ഷിച്ചിട്ടില്ല. അത് രീതിയുമല്ല. തെറ്റ് ചെയ്തവർക്കെതിരെ മുഖം നോക്കാതെ നടപടി ഉണ്ടാവും. SIT അന്വേഷണം നടക്കുകയാണ്. CBI വേണമെന്ന് പ്രതിപക്ഷം പറയുന്നു. കുറ്റം തെളിഞ്ഞാൽ കർശന നടപടി. ഒന്നും പറയാനില്ല പ്രതിപക്ഷത്തിന് എന്തു തുടങ്ങിയ പ്രയോഗങ്ങളായിരുന്നു മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ വിശദീകരണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിഷാദ്, മുഖ്യമന്ത്രി ഒരിക്കലും ഇപ്പോൾ നടക്കുന്ന വിവാദത്തിൽ സർക്കാരിന്റെ സമീപനം എന്താണ്, യഥാർത്ഥത്തിൽ അവിടെ പോയിട്ടുണ്ടോ, എന്താണ് സർക്കാർ ഇക്കാര്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം, അല്ലെങ്കിൽ ഇത് മോഷണം പോയിട്ടില്ല എന്നതാണോ സർക്കാരിന്റെ സമീപനം, ഒന്നും തന്നെ വിശദീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, മുഖ്യമന്ത്രി ഇന്ന് പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുക എന്ന ഒരു സമീപനമായിരുന്നു ഇതിൽ ഉടനീളം സ്വീകരിച്ചിരുന്നത്. ഇങ്ങനെ പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് വാദിക്കാനാണ് മുഖ്യമന്ത്രി ഇന്ന് ശ്രമിച്ചത്. മാത്രമല്ല, പ്രതിപക്ഷം എന്തോ അക്രമം സഭയിൽ നടത്തി എന്നിടത്തേക്ക് വിശദീകരണം കൊണ്ടുപോകാനും മുഖ്യമന്ത്രി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു ഉയരക്കുറവിനെ പരിഹസിക്കുന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ കൂടി വന്നിരുന്നു എന്നുള്ളതാണ്. എന്റെ നാട്ടിൽ ഒരു വർത്തമാനമുണ്ട്, 8 മുക്കാലട്ടി വച്ചതുപോലെ എന്ന്. അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് ആക്രമിക്കാൻ പോയത്. സ്വന്തം ശരീരശേഷി വെച്ചല്ല, അത് ശരീരശേഷി വെച്ച് അതിന് കഴിയില്ല. നിയമസഭയുടെ പരിരക്ഷ വെച്ചുകൊണ്ട് വാച്ചാൻ വാർഡിനെ ആക്രമിക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞ വാചകങ്ങളൊന്ന് കേൾക്കാം. അതാണ് ആവശ്യം, അതാണ് ഇവിടെ പ്രധാനം. ഈ സഭയിൽ 2 ദിവസം ഈ തരത്തിൽ സഭാ നടപടികളാകെ ചോദ്യോത്തരവേളയടക്കം സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധം പ്രതിപക്ഷത്ത് ഉയർത്തുമ്പോൾ എന്താണ് അവരുടെ ആവശ്യം? അവർ ഭയപ്പെടുന്നു, വസ്തുതകളെ ഭയപ്പെടുന്നു. വസ്തുതകൾ അവർക്ക് വലിയ വിഷമകരമായ രീതിയിൽ ഉയർന്നു വരും. അത് ഭയപ്പെട്ടുകൊണ്ട് ഒന്നും സഭയിൽ ഉന്നയിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ എല്ലാ കാലത്തും ഒരു തരത്തിലുള്ള കുറ്റവാളികളെയും സംരക്ഷിക്കാൻ നിന്നിട്ടില്ല. ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്തവർക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടിയെടുക്കുന്ന രീതിയും ശീലവുമാണ് ഞങ്ങൾക്കുള്ളത്.